everyone and welcome back to my YouTube channel. സോ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തവണത്തെ വ്ളോഗ്സ് എന്നെക്കാളും കൂടുതൽ ചെയ്തേക്കുന്ന ഉത്തമും ശ്രീശാന്തും ഷിനാസും അങ്ങനെ ഇവന്മാരെ ഗ്യാങ്സും അവളുമാരെല്ലാവരും കൂടിയിട്ടാണെന്ന്. ആൻഡ് അങ്ങനത്തെ വ്ളോഗ്സ് എന്താണേലും തുടരെ വരുന്നതായിരിക്കുമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു വ്ളോഗ് ഡേ ആണ് ഇത്. ഇത് ഡേ 3 ആണ് കേട്ടോ, അതായത് 23rd July. നമ്മളെവിടെ പോകുന്നറിയോ? നമ്മളിപ്പോ കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത ബ്യൂട്ടിഫുൾ പ്ലേസ്. ഹലോ ഗൈസ്, നമ്മളിപ്പം പോകുന്നത് ചായ കുടിക്കാനാണ്. ഇവിടുത്തെ ഏറ്റവും നല്ല ചായക്കടയെന്നാണ് ഉത്തമ പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പം ചായ കുടിച്ചിട്ട് പറയാം ഇവിടുത്തെ ചായക്കട എങ്ങനെയുണ്ടെന്നല്ലേ അല്ലേ അല്ലേ നമ്മൾ ചായ കുടിക്കാൻ പോലെ. നമ്മൾ ഏത് ചായ കുടിക്കാൻ പോകുന്നത്? കൊൽക്കത്ത ചായ. നമ്മൾ ഏത് ചായ കുടിക്കാൻ പോകുന്നത്? കൊൽക്കത്ത ചായ. ഏത് ചായ കുടിക്കാൻ പോകുന്നത്? കൊൽക്കത്ത ചീസ്. നമുക്ക് റിവ്യൂ കൊടുക്കണേ. ഇത് നമ്മുടെ കൃഷ്ണയുടെ അക്കൗണ്ടാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടിങ് ടിങ് അത് അടിച്ചു പൊട്ടിക്കുക. എന്തെങ്കിലും പറ. സോ ഞങ്ങൾക്കിന്ന് എക്സാം ഉള്ളൊരു ഡേ ആയിരുന്നു. അതായത് എനിക്കും ക്രിസ്റ്റേച്ചിക്കും മാത്രം, കാരണം ഞങ്ങൾ മാത്രമേ സ്പീക്കിംഗ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എക്സാം ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരുപാട് ലേറ്റായി. രാവിലെ ഒരു 9:30 ആയപ്പോൾ കയറിയിട്ട് ഇറങ്ങിയപ്പം ഏകദേശം 3:30-4 മണി ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടി ചായ കുടിക്കാൻ ഇറങ്ങിയ ഇറക്കമാണ് ഇത്. പരിപാടികളുടെ പ്ലാനൊക്കെ കണ്ടപ്പോൾ ഇന്നൊന്നും തീരില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മാറി ഒന്ന് കംഫർട്ടബിളായിട്ടാണ് ബാക്കി നടത്താൻ തുടങ്ങിയത്. ഞാൻ ആദ്യം മുതലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊൽക്കത്ത നഗരത്തിലെ ഹരിബറിയാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ തിരക്കില്ലാത്ത ഒരു മനുഷ്യൻ പോലുമില്ല. എല്ലാവർക്കും ഒന്നെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകാൻ തിടുക്കം, വെറുതെ ഇരുന്നാൽ തിടുക്കം, അറിയത്തില്ല. മൊത്തം നേരം ഹോണടിച്ച് വണ്ടിയിലിരിക്കുന്നവർക്ക് തിടുക്കം. അങ്ങനെ മൊത്തത്തിലൊരു ബഹളം. ഈ ബഹളത്തിൻ്റെ ഇടയ്ക്കും വഴി സൈഡിൽ നിന്ന് നല്ല ചായ കുടിക്കാൻ വന്ന ടീംസിനെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലത്തെ ചായ അവിടെ നിന്ന് അടിപൊളിയായിരുന്നെന്നും പറഞ്ഞ് ക്രിസ്റ്റേച്ചി കൊണ്ടുപോയ സ്ഥലമായിരുന്നു അത്. പിന്നെ അവിടെ എല്ലാ ചായക്കടയിലും നമുക്ക് ചായ തരുന്ന ഈ ഡിസ്പോസിബിൾ ഗ്ലാസ്സിന് പകരം ഇതുപോലുള്ള മൺപാത്രങ്ങളിലായിരുന്നു. ഞങ്ങളാണെങ്കിൽ അത് 2-3 എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അത് നമ്മൾ കുടിച്ച് കഴിഞ്ഞാൽ എന്താണേലും കളയാം, വെറുതെ എന്തിനാ കളയുന്നത്? അതും നമുക്കൊരു മെമ്മറി ആയിട്ട് വയ്ക്കാൻ പോലെ. അതുകൊണ്ട് ഞാൻ എന്താണേലും ഒരെണ്ണം കൂടെ ഒന്ന് വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ സമയം ഏകദേശം ഒരു 6-6:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നേരെ റൂമിൽ പോകാമെന്ന് ഇങ്ങനെ ഓർത്തിരുന്നപ്പോഴാണ് വെസ്റ്റ് സൈഡിൽ കയറാമെന്നുള്ളൊരു പ്ലാൻ വന്നത്. ഇതുണ്ടോ നല്ല ഫോട്ടോ സ്റ്റോറി എടുത്തു. എക്സ്പ്രഷൻ ഉണ്ട്. അത് ആൽബന്റെ സ്ഥിര എക്സ്പ്രഷൻ അല്ലടാ. നമ്മൾ ചായക്കടയിൽ നിന്ന് അടിച്ചു മാറ്റിയ ചായപാത്രം. മെമ്മറി ഫ്രം കൊൽക്കത്ത. മൈ ഗിഫ്റ്റ്. അയ്യോ, വേറൊരാള് സ്ക്രീനിൽ പെട്ടോ. ഹായ്. അത് എക്സ്പ്രഷൻ ഇട്ടോണ്ടിരിക്കുകയോ? AC കൊള്ളാൻ വേണ്ടി മാത്രം വെസ്റ്റ് സൈഡിൽ കയറിയതാണ്. ഈ പട്ടി ഷിനാസിന് ബനിയൻ വേണോ? ഓ ചൂട് ചൂട് ചൂട്. കൊൽക്കത്തയിലെ ക്ലൈമറ്റ് ഈസ് വെരി ബാഡ്. വെരി ബാഡ് ക്ലൈമറ്റ്. ഇംഗ്ലീഷ് പറയാം. എന്താണ് വെൽഫെയർ സൊസൈറ്റി? ഷിനാസെ പൈസ വീശടാ, യൂട്യൂബിലിട്ടേക്കാം. ക്യൂർ മാത്രം തന്നാ മതി. തെളിവ് വെൽഫെയർ സൊസൈറ്റി ഗൈസ്. ഞാൻ ക്യൂർ സ്കാൻ ചെയ്യാം. നീ ഇട്ടേ, ഞങ്ങൾ നിനക്കിടാം. Actually, it's an Indian organization
for which we are working towards. So if you guys could come forward and do contribute something towards them, it would be really helpful for this kids. So whatever, we are not considered any sort of. അതും കോൺട്രിബ്യൂഷൻ ആണല്ലോ അല്ലേ? 20 രൂപയോ? I'm so sorry. കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോയതാ. കോൺട്രിബ്യൂഷൻ പിന്നെ വേണമെന്ന് പറഞ്ഞ് മേടിക്കുന്ന കോൺട്രിബ്യൂഷൻ കുട്ടികൾക്കൊക്കെ ചെന്നാ മതിയായിരുന്നു. നമ്മളെ കുത്തിപ്പിടിച്ച് മേടിക്കണ പോലെ പൈസ മേടിക്കുന്നത്. ഷിനാസെ, എന്താണ് താങ്കളുടെ അഭിപ്രായം അതിനെ പറ്റി? കുത്തിപ്പിടിച്ച് പൈസ മേടിക്കുന്നു. ഇല്ല, അവർക്ക് ഫുഡ് കൊടുക്കാനല്ലേ കൊടുത്തു. നമ്മളിപ്പം നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് അല്ല റൂമിലേക്ക്. അപ്പൊ നമ്മളിനി കഴിക്കാൻ വേണ്ടി പിന്നീട് അവിടെ ചെന്നിട്ടായിരിക്കും ഇറങ്ങുന്നത്. എന്നാ കഴിക്കാനാണ് നമ്മൾ കൊൽക്കത്ത സ്പെഷ്യൽ കാത്തി റോളാണ് ഇന്ന് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ കൊൽക്കത്ത വീടാണ്. ഈ കാത്തി റോളിന് കുറെ അനവധി കടകൾ ഇവിടെ ലഭ്യമാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കഴിക്കണമെങ്കിൽ ബഞ്ചാര ബെനു നമ്മുടെ റൂമിലിരിപ്പുണ്ട്. നമ്മളതിൽ പോയി നോക്കി വിലയൊക്കെ നോക്കി നമുക്ക് ഒരു നല്ലൊരു എൽസയ്ക്ക് കുറച്ച് നടക്കാൻ വയ്യാത്തതാണ്. കുറച്ച് കാലിനും തലയ്ക്കും ഇച്ചിരി മന്ദതയുള്ള എല്ലാം പയ്യത്തുള്ളൂ. ഇപ്പൊ ചോദിക്കും എന്നാടാ പറഞ്ഞ്. നമ്മുടെ പുള്ളി ജോഗിങ് ചെയ്യുന്നു. നമ്മൾ നമ്മുടെ ഗസ്റ്റ് ഹൗസിലോട്ടാണ് നമ്മൾ ഇനി കയറാൻ പോകുന്നത്. കൊൽക്കത്തൻ പട്ടി. നമ്മളിപ്പോ നമ്മുടെ കാത്തിറോള് തപ്പി പോവാണ്. കാത്തിറോള് തപ്പിയുള്ള യാത്രയാണ് നമ്മൾ ഇനി തുടരുന്നത്. നമ്മൾ ബഞ്ചാര എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. കാത്തിറോളിന് വേണ്ടി നമ്മൾ ഇന്നലെ കുറെ തപ്പ് നടന്ന് കണ്ടുപിടിച്ച കടയാണ്. നമ്മുടെ ഒപ്പം ഷിനാസ് ചേർന്നിരിക്കുന്നു. ഷിനാസ് യൂട്യൂബിലെ ബഞ്ചാര റെസ്റ്റോറൻറ്റ് നോണ്ടാപ്പ് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇന്ന് ഒരു സൂപ്പർ സാധനം കഴിക്കാൻ പോകാം. റോൾ, കൊൽക്കത്ത റോൾ. റൂമിന്റെ തൊട്ടടുത്ത നേരത്തെ ഒരു കൊൽക്കത്ത ചായ കുടിച്ചു. നമ്മുടെ കൂടെയുള്ള ഒരാൾ സജസ്റ്റ് ചെയ്തിട്ട് വളരെ വളരെ മോശം, തന്തേൽക്കാൾ മോശം. കണ്ടിട്ട് നല്ല വൃത്തിയുള്ള കടയാൻ തോന്നുന്നു. കഴിച്ചു നോക്കാം, റിവ്യൂ പറയാം. പിന്നീട് കാണാം. വ്ലോഗിൽ തുടരുന്നു. ക്രിസ്റ്റിയുടെ ചെരുപ്പും പൊട്ടിയിരിക്കുന്നു. 500 പറഞ്ഞപ്പോൾ 400 ആക്കി. അത് കഴിഞ്ഞ് 350 ചോദിച്ചപ്പോഴത്തേന് പറഞ്ഞു ഇവൻ ആദ്യമേ 400 പറഞ്ഞു. നമ്മുടെ ഒരു സഹോദരിയുടെ ക്രിസ്റ്റിയുടെ ചെരുപ്പ് പൊട്ടിയിരിക്കുന്നു. അതിനൊരു ചെരുപ്പ് മേടിക്കാൻ അങ്ങനെ മേടിക്കാൻ പറഞ്ഞ ചെരുപ്പിന്റെ വള്ളി പൊട്ടില്ല. 400 രൂപയുടെ ചെരുപ്പ് കണ്ട് വേണ്ടെന്ന് വെച്ചു. വീണ്ടും തുടരുന്നു. ചെരുപ്പ് നോക്കി നടക്കുകയാണ്. ഇവിടൊക്കെ കയറിയാൽ എടാ ഇവിടെ കുറച്ച് പക്ഷെ ഞങ്ങള് കുൽഫി വാങ്ങിക്കാൻ കയറിയ കടയില് 1 കിലോയുടെ കേക്ക് 420 രൂപ. ബ്ലാക്ക് ഫോറസ്റ്റ് 400 രൂപ. നമ്മുടെ കോഴ്സ് പഠിച്ചോണ്ടിരുന്ന സമയത്ത് റിവ്യൂ ഇടായിരുന്നു. അത്രയ്ക്ക് കേക്ക് കിട്ടുമായിരുന്നു. കേറത്തില്ല. ഇവിടെ ഇട്ടാലോ? കേരളത്തിൽ കാണുന്ന ചെരുപ്പ് തന്നെയാണ് ഇവിടെ കാണുന്നത്. പക്ഷെ നല്ല വിലയാണ്. നല്ല വിലയായിരിക്കും. വില പേശാൻ അറിയണം. അതെ, നമ്മള് ഒന്നും നടക്കും അറിയത്തില്ല. നമ്മൾ ഇന്ന് പഠിക്കുന്നു. നമ്മൾ 500 രൂപയുടെ സാധനം 100 രൂപയ്ക്ക് വാങ്ങിക്കും, അല്ല 600 രൂപയ്ക്ക് കൂടി വാങ്ങിക്കും. അവിടെ 200 ആണ്.
ഹിന്ദി അറിയാത്തതിന്റെ തെറ്റൊന്നുമില്ല. ഞാൻ ബ്ലോഗിനെ പറ്റി തന്നെ പറയാറുണ്ട്. ഒരു ചെരുപ്പ് മേടിക്കാൻ കയറിയതാ guys. എന്റെ കാലിന്റെ സൈഡ് പണ്ട് തൊട്ടേ എന്നോട് പറഞ്ഞേ നമ്മള് പൈസ കൊടുത്ത് അമ്മറ സാധനം മേടിക്കണേ നമ്മളോട്ട് അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുന്നത്, ചെരുപ്പ് മേടിച്ചിരിക്കുന്നത്, നമ്മൾ അറിയാതെ ഇംഗ്ലീഷ് ഒന്ന് ഇടയ്ക്ക് പറയാൻ അവർക്ക് മനസ്സിലാവും. അവന്റെ സ്വഭാവം അവന്റെ തന്തയേക്കാൾ മോശം. കടയുടെ പേര് പുറത്തു പോയിട്ട് പറഞ്ഞുതരാം. പണിക്കകത്ത് ബീജം ഇതാണ് നമ്മുടെ കട. വളരെ മോശം, വളരെ മോശം കസ്റ്റമർ സർവീസ്. പെരുമാറാൻ പാടില്ല. ഇവരെ കൊണ്ടുപോയിട്ടോ അവരോട് ചോദിക്കാം. ചേച്ചി, ഹൗ വാസ് ദ കസ്റ്റമർ സർവീസ്? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബഞ്ചാര റെസ്റ്റോറന്റ് നമ്മൾ കാത്തി റോൾ കഴിക്കാം. നന്ദനക്ക് ഇപ്പൊ ഇറങ്ങത്തില്ലെന്നാ പറയുന്നത്, അതുകൊണ്ട് നമ്മള് മേടിച്ചിട്ടാണ് പോകുന്നത്. നന്ദനക്ക് ഇറങ്ങത്തില്ല കാത്തിരോള്, പക്ഷെ ഐസ്ക്രീം മാത്രമേ ഇപ്പൊ എപ്പോഴാണല്ലോ അത് ഓസിന് കിട്ടിയായോണ്ട് എപ്പോഴാണെന്ന് അറിയിക്കോ. അടുത്ത ചെരുപ്പ് മേടിക്കാൻ പോട്ടത്. ഇവിടെ ഇരുട്ടാണ്, ഇരുട്ടത്തൊന്ന് വെളിച്ചത്തിലേക്ക് തരട്ടെ. ഓക്കെ, ബഞ്ചാർ റെസ്റ്റോറൻറ്റ് നമുക്കിപ്പോൾ ഇവിടുന്ന് കാണാനേ ഉള്ളൂ. തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് എല്ലാ കടയും ഉള്ളത്. നമ്മൾ ഇന്നലെ വന്നപ്പോൾ അവിടെ നല്ല ഉള്ളത് മറ്റേ ഇതിന്റെ മെനു ഒക്കെ അവിടെ നമ്മുടെ റൂമിൽ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ബഞ്ചാര റെസ്റ്റോറൻറ്റ്. റൂമിൽ പോയി പഠിക്കണം. പഠിക്കാനുള്ള പരീക്ഷ ഉണ്ട്. കുറെ കാശ് മുടക്കുന്നുണ്ട്. 2 ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് 5,000 അതുകൊണ്ട് നമ്മളിന്ന് പോയി പഠിക്കുക തന്നെ ചെയ്യണം. ആദ്യം പോയി കഴിക്കുക, അത് കഴിഞ്ഞ് പോയി പഠിക്കുക, ആദ്യം പോയി കുളിക്കുക, പിന്നെ പോയി പഠിക്കുക. അതാണ് ഇപ്പോൾ നമുക്ക് ഡെയിലി പ്ലാൻ. നമ്മളിനി വേറെ ഒരു പരിപാടിക്ക് ഒന്നും പോകുന്നില്ല എന്നാണ് ഇതുവരെ ഉള്ള നമ്മുടെ തീരുമാനം. ഇനി മാറാൻ ചാൻസ് ഉണ്ട്, പറയാൻ പറ്റത്തില്ല. ഇനി നമ്മൾ അടുത്ത അപ്ഡേറ്റ്സുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും വിടാം. വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയെന്നറിയാം, പക്ഷെ എന്ത് ചെയ്യാനാണ്, ഞങ്ങളുടെ വിശേഷങ്ങൾ തീരുന്നുണ്ടായിരുന്നില്ല. ബാക്കി ഞങ്ങൾ റൂമിൽ പോയി നന്നായി പഠിച്ചു, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷങ്ങൾക്കായിട്ട് സ്റ്റേ ട്യൂൺഡ്.